ഞാൻ ആരാ എന്താന്നൊക്കെ പിന്നെ പറയാം. ആദ്യം നിങ്ങളെ പോയി കെട്ടിയോനെ വിളിച്ചിട്ട് വന്നേ. പെട്ടെന്ന് വിളിക്ക്. എന്താ കാര്യം? എന്താ കാര്യം എന്താണോ? 3 മാസം മുമ്പ് അവൻ എന്റെ 10,000 രൂപ വാങ്ങിച്ചോണ്ട് മുങ്ങിയതാ. 3 മാസം മുമ്പ് എന്റെ 10,000 രൂപ കടം വാങ്ങിച്ചിപ്പോ തരാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇതുവരെ തന്നിട്ടില്ല. നിങ്ങളുടെ കാശ് മേടിച്ചു? അതെ. എന്റെ ഏട്ടൻ അങ്ങനെ ആരോടും കടം മേടിക്കാത്തൊന്നുമില്ല. നിങ്ങളുടെ ചിലപ്പോ വാങ്ങിച്ചൊന്നും വരില്ല, പക്ഷെ എന്റെ വാങ്ങിച്ചു. 10,000 രൂപ വാങ്ങിച്ചിട്ട് 3 മാസം മേടിച്ചാ? അതെ. 3 മാസം മുമ്പ് 10,000 രൂപ എന്റെ വാങ്ങിച്ചോണ്ട് പോയിട്ടേ ഇപ്പൊ തരാം, പിന്നെ തരാം, നാളെ തരാം, മറ്റന്നാൾ തരാന്ന് പറഞ്ഞ് മുങ്ങി നടക്കാൻ പോയിട്ട് മാസം 3 എന്റെ വിളിച്ചാ ഫോൺ എടുക്കൂ. ചേട്ടാ, ഏട്ടൻ ആര് വിളിച്ചാലും ഫോൺ എടുക്കാറുണ്ട്. അത് ചിലപ്പോ നീ വീട്ടിൽ നിന്ന് വിളിക്കുന്നതായിട്ടായിരിക്കും എടുക്കുന്നത്. എന്റെ നമ്പർ കണ്ടാ കൊന്നുകള ഞാൻ എടുക്കില്ലെന്ന്. ഇന്നലെ രാത്രി എന്റെ വേറൊരുത്തിന്റെ നമ്പർ ഞാൻ വിളിച്ചു, അപ്പൊ എടുത്തിട്ട് പറയൂ അവൻ എറണാകുളത്താണെന്ന് പുള്ളി. ഏട്ടൻ എറണാകുളത്തല്ലായിരുന്നല്ലോ. അത് ഞാൻ ഇന്ന് രാവിലെ ഇവിടെ എത്തിയപ്പോഴേ അറിഞ്ഞത്. അതിപ്പോ ഉടനെ തന്നെ ഞാൻ വന്നല്ലോ. അതുകൊണ്ട് അവൻ വീട്ടിൽ നിന്ന് മുങ്ങുന്ന മുമ്പ് എനിക്കിപ്പോ കിട്ടണം കാശ്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. പെട്ടെന്ന് വിളിക്കും. അല്ല ഇതാരാ? ഇതാ എന്റെ കെട്ടിയോ. ഏട്ടൻ ഇയാളുടെ കാശ് കടം മേടിച്ച? അയ്യോ ചേട്ടനല്ല, എന്റെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങിച്ചൊരു വെള്ളയും ഇട്ടിട്ട് തടിച്ചിട്ട് ഒരാളില്ലേ, കണ്ണാടി. ഈ പുള്ളിയുടെ വീട്ടിൽ ആണെന്നാ പറഞ്ഞത്. അയാളെ നോക്കിയാ ഞാൻ വന്നത്. ആളുണ്ട്. എവിടെ? ഒന്ന് വിളിക്കോ? വിളിക്കാം. തങ്കം, തങ്കം, ഇറങ്ങി വാ. എന്ത് വാടാ ചെറുക്ക? ഓയല്ലേ വിളിക്കുന്നേ. എന്തുവാടാ ഇത്? സംഗീത്. ഈ സംഗീതിന്റെ കയ്യിൽ നിന്ന് 10,000 രൂപ നിന്റെ ഭർത്താവ് കടം മേടിച്ചു. അത് കൊടുത്തില്ല. അതിന്റെ പേരിൽ പുള്ളി ഇവിടെ കിടന്ന് ബഹളം വയ്ക്കായിരുന്നു. അത് കൊള്ളാമല്ലോ. 10,000 രൂപ മേടിച്ചെങ്കിൽ കൊടുക്കും. അതിന് ബഹളം വെക്കണ എന്തിനാ? കൊടുക്കണ്ടേ? കൊടുക്കും. അതിന് പറഞ്ഞ സമയത്തല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇയാള് നേരം വിളിക്കും ഇങ്ങോട്ട് പറഞ്ഞത്. കൊള്ളാലോ ആള്. എന്റെ അടുത്ത് ഒരാഴ്ചക്ക് തരാന്ന് പറഞ്ഞിട്ടാ പോയത്. ഒരാഴ്ചക്ക് തരാന്ന് പറഞ്ഞെങ്കിൽ ഒരാഴ്ച ആവുമ്പോ തരും. ഒരാഴ്ച ആയിട്ടുണ്ടാവൂല. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇപ്പൊ 3 മാസമായി. അതെ, നിങ്ങളൊരു 3 മാസമായി. ശരി, ഞങ്ങളുടെ നാട് വിട്ടൊന്നും പോയിട്ടില്ലല്ലോ, ഇവിടെ തന്നെ ഉണ്ടല്ലോ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഏത് കുടുംബത്തിൽ വന്ന ഈ ബഹളം ഉണ്ടാക്കണമെന്ന് അറിയുമോ? കനക, നീ ഇതൊക്കെ കണ്ടോണ്ട് നിൽക്കണോ? ഇത് ഹവീൽദാരുടെ കുടുംബം. ഇവിടെ കയറി ഇങ്ങനെ ഒച്ചയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. എന്നാ പിന്നെ ഹവീൽദാറിനെ വിളിച്ച് പുള്ളിയോട് സംസാരിക്കാം. പുള്ളിയുടെ പൈസ ഇയാളിത് എവിടെ നിന്ന് വന്നേക്കുന്നു? ഞങ്ങൾ അച്ഛൻ മരിച്ചു പോയില്ല, പിന്നെ ഇയാൾക്ക് പൈസ എവിടെ നിന്ന് എടുത്തു തരാനാ? ആ അച്ഛന്റെ സ്ഥാനത്ത് ഞങ്ങൾ കാണുന്ന ആളാണ് ദേ ഈ നിൽക്കുന്നത്, എന്റെ ആങ്ങള കനകൻ. അവനുണ്ടല്ലോ, പിന്നെന്താ കുഴപ്പം? എനിക്ക് എന്റെ കാശ് മാത്രം കിട്ടിയാൽ മതി. 10,000 രൂപ അതിന്റെ പലിശ. അതിപ്പോ സാറ് തന്നാലും ശരി, ഹവീൽദാർ തന്നാലും ശരി, മറ്റേ തടിച്ച പുള്ളി തന്നാലും മതി. കണ്ടോ, ഇപ്പൊ എന്ത് പെട്ടെന്ന് പ്രശ്നം കഴിഞ്ഞു. എങ്ങനെ കഴിഞ്ഞു? നീ അങ്ങ് കൊടുത്താ പോലെ പ്രശ്നം എങ്ങനെ കഴിയും? നീ കൊണ്ട് തന്നേക്കണം എന്റെ കയ്യില്. അവനെ വിളിക്ക്. നീ ഇങ്ങോട്ട് ഇറങ്ങി വരണോ അതോ ഞാൻ അങ്ങോട്ട് കയറി വരണോ? എവിടെ ആയിരുന്നത്? കൊള്ളാം, തീരെ ഉത്തരവാദിത്തമല്ലാതാവരുത്. 2 മാസമായി. 2 മാസം പൈസയും കൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയാമോ? അവസാനം കയ്യിരുന്ന പൈസ ഞാൻ പലർക്കും കടം കൊടുത്ത് തീർത്ത്. ഒരുമായി ഉടായ്പ എന്റെ അടുത്ത് കാണിക്കരുത്. എന്റെ സ്വഭാവം നിനക്കറിയാൻ പാടില്ല. ഞാൻ ഇപ്പൊ ഒറ്റയ്ക്ക് വന്നാൽ കണക്കാക്കണ്ട. ഞാൻ ഇനി ഒരു വരവും കൂടെ വരുന്ന എന്റെ കൂടെ പിള്ളേരുണ്ട്. അവര് വന്നാ പിന്നെ വേറെ വർത്താനം പറച്ചിലൊന്നും ഉണ്ടാവില്ല. എന്താണ് മാഷേ ഇത്? പൈസ ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് നിങ്ങളെ അന്വേഷിച്ചിടന്നില്ല. നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്ന കാണണ്ടേ? ഒരു കറക്കവും വേണ്ട. ഒരു കാര്യം ചെയ്യും, രൂപ 10,000 രൂപ എനിക്ക് തന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. ഞാൻ ഈ വീട്ടിൽ കയറി ഇരിക്കും. ഇപ്പൊ എനിക്ക് 10,000 രൂപ അതിന്റെ പലിശ തന്നേ പറ്റൂ. അല്ല, അതിപ്പോ നിങ്ങളും കൂടെ ഇടപെട്ട സ്ഥിതിക്ക് ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. പൈസ 10,000 രൂപ പെട്ടെന്ന് ഒന്ന് ചോദിച്ചാൽ എങ്ങനെ എടുത്തു തരും? കടോ അവൻ ഒരാഴ്ചക്ക് തരാന്ന് പറഞ്ഞ പൈസയത്. സത്യത്തിൽ നിങ്ങളെ പൈസ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷെ അത് നിങ്ങളെ കാണാത്തോണ്ട് ചെലവായി പോയതാണ്. ഒന്നുമില്ല, ഇത് സത്യം. ലാസ്റ്റ് എനിക്കൊരു 3 മാസത്തെ സമയം കൂടെ തന്നാൽ ഞാൻ പൈസ. 3 മാസോ? എന്റെ സ്വഭാവം മാറ്റിക്കരുത്. 2 കാലം തല്ലി ഓടിച്ച് വീട്ടിനകത്ത് എനിക്ക് അറിയാൻ പാടില്ല. സംസാരിച്ച ഇതാവൊന്നും വേണ്ട. ഞാനിവിടുത്തെ ചിരട്ടക്കോണം ഇലക്ട്രിസിറ്റി ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ ലൈൻമാനാ. ഞാനൊരു 2 ഗഡുക്കളായിട്ട് പൈസ തന്നോളാം. ഉറപ്പാണോ? ഇല്ലെങ്കിൽ ഞാൻ ഒരു വരവ് വരും. അങ്ങോട്ടായിരിക്കത്തില്ല, അങ്ങോട്ടായിരിക്കും. പിന്നെ അവസാനം ജോലി പോയി പറഞ്ഞതെന്ന് എൻ്റെ അടുത്ത് പറയരുത്. തരാന്ന് പറഞ്ഞല്ലോ. വേറെ കണ്ടോളാം. നീ എന്തിനാ കാണുന്നത്? അവൻ തരാന്ന് പറഞ്ഞല്ലോ. ഞാൻ തരാടാ പൈസ. ഈ പൈസ എന്തായാലും തരും. അളിയാ, നിന്നെ പോലുള്ളവന്മാരാണ് ഇങ്ങനെയുള്ള ഗുണ്ടകളെ വളർത്തണത്.
എന്തൊരു അഹങ്കാരമാണ് അവന് വീട്ടിൽ കയറി വന്നിട്ട് പൈസ ചോദിക്കാൻ. എന്റെ സ്വഭാവം അറിഞ്ഞോളാണ് അവന്. മഴയെ ഇടപെട്ടുണ്ട്, ഇല്ലെങ്കിൽ കാണായിരുന്നു. ഒരു മനസമാധാനം ഒരു സാധനം ഈ വീട്ടിൽ കിട്ടില്ല.